ഈ ആയുർവേദത്തിന്റെയും വെറ്റിനറിയുടെയും ഫിഷറീസിന്റെയും ഒക്കെ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. MBBSനും BDSനും ഓൾറെഡി ഫീസ് അടച്ച രജിസ്ട്രേഷൻ ഫീ അടച്ച ആളുകൾ വീണ്ടും സിദ്ധ യുനാനിക്കൊക്കെ ഈ പറഞ്ഞ എല്ലാ കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. Hi everyone, this is AJ from RKNX. So Kerala മെഡിക്കൽ അലോട്ട്മെന്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു, ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, ഏതൊക്കെ കോഴ്സുകളാണ്, ഏതൊക്കെ കോളേജുകളിലേക്കാണ് നിലവിൽ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരുപാട് കോഴ്സുകളുണ്ടല്ലേ, ആയുർവേദ, സിദ്ധ, യുനാനി, വെറ്റിനറി, ഫിഷറീസ് മുതലായ നിരവധി മെഡിക്കൽ അലൈഡ് കോഴ്സുകളുണ്ട്. അതിന്റെ അലോട്ട്മെന്റ് എന്നാണ് സ്റ്റാർട്ട് ആവുക, അതിന്റെ രജിസ്ട്രേഷൻ ഫീ എങ്ങനെയാണ്, വീണ്ടും രജിസ്ട്രേഷൻ നടത്തണോ, ായിരിക്കും അത് തുടങ്ങുക, ഈ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന എന്തിൻ്റെ നമ്മുടെ www.ce.kerala.gov.in എന്നുള്ള നമ്മുടെ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ നിലവിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള MBBS BDS സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ് ആണ്. MBBSും BDSും മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കൂ. അത് ഗവൺമെന്റ് സെക്ടറിലുണ്ട്. 12ഓളം വരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ MBBSന്റെ സീറ്റുകളുണ്ട്. ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലെ BDSന്റെ സീറ്റുകൾ അവിടെയുണ്ട്. പ്രൈവറ്റ് കോളേജുകളുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ MBBSന്റെയും BDSന്റെയും സീറ്റുകൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്നാൽ ഈ കാണുന്ന നിരവധി കോഴ്സുകൾ, അതായത് ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ദെൻ BSc അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഫോറസ്ട്രി, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc Climate Change and Environmental Science, then BTech Biotechnology, BFSc Forestry ആണ്, അതേപോലെ വെറ്റിനറി സയൻസ്. ഈ കോഴ്സുകളൊന്നും നിലവിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാൻ സാധിക്കില്ല. അതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നടക്കുക. ഓക്കെ, MBBSന്റെയും BDSന്റെയും കൂടെയല്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. യെസ്, അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് MBBSന്റെയും BDSന്റെ അലോട്ട്മെന്റ് ആണ്. 5000 rupees ആണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. SC ST OEC കാറ്റഗറി കുട്ടികൾ 500 rupees ആണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ജുവനൈൽ ഹോമിലെയും നിർഭയ ഹോമിലെയും ശ്രീചിത്ര ഹോമിലെയൊക്കെ കുട്ടികൾ 500 rupees ആണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഇതിനുശേഷം കഴിഞ്ഞ വർഷം ഈ ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, അതായത് ഫോറസ്ട്രിയും ഫിഷറീസും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ അലോട്ട്മെന്റ് വന്നിരുന്നത് കേരള MBBSന്റെയും BDSന്റെയും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന് അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒരു ടൈം തരുള്ളൂ. ഒരു 5-6 ദിവസം ടൈം ഗ്യാപ്പ് കാണും. ആ ഒരു ടൈമിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളൊക്കെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കോളേജുകളിൽ. അതിനും ശേഷമാണ് ഈ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ഷണിച്ചത്. ക്ലിയർ ആണോ മക്കളെ? MBBSന്റെയും BDSന്റെയും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന് അതിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 5-ാം തീയതി മറ്റോ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നത്. 6-ാം തീയതി മറ്റോ ആണ് ഇതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് അതിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഇതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അപ്പൊ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 5000 rupees തന്നെയാണ്. ഓക്കെ, മറ്റതുപോലെ തന്നെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളും. പക്ഷെ ഓൾറെഡി MBBSനും BDSനും 5000 rupees രജിസ്ട്രേഷൻ ഫീ അടച്ച കുട്ടികൾ വീണ്ടും ഫിഷറീസിനും വെറ്റിനറിക്കും ഒക്കെ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണോ? വേണ്ട, നിങ്ങൾ 5000 rupees അടയ്ക്കേണ്ട. പക്ഷെ നിങ്ങൾ ഇവിടെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം അവിടെ നിങ്ങൾ MBBSന്റെയും BDSന്റെയും ഓപ്ഷൻസാണ് കൊടുത്തത്. ഇവിടെ വെറ്റിനറിയുടെയും ഫിഷറീസിന്റെയും ഹോമിയോയുടെയും ആയുർവേദത്തിന്റെയും ഒക്കെ സെപ്പറേറ്റ് ഓപ്ഷൻസ് നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ അഗെയിൻ പേ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഓൾറെഡി MBBSും BDSും ചെയ്ത ആളുകൾ ആ ഒരു ഫീ ഉപയോഗിച്ച് തന്നെ ഇതും ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും ഫീ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിലോ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് യാതൊരു റൗണ്ടിലും ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഒന്നും അലോട്ട്മെന്റ് ലഭിച്ചില്ല. ഓക്കെ, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ അലോട്ട്മെന്റ് പ്രോസസ്സും എൻഡ് ചെയ്തതിന് ശേഷം, എല്ലാ റൗണ്ടും എൻഡ് ചെയ്തതിന് ശേഷം റീഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. യെസ്, ഓക്കെ. ഇനി ഏതൊക്കെ മെഡിക്കൽ കോളേജുകളാണ് നിലവിൽ നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് കാണാൻ സാധിക്കുക? 4-ാം തീയതി നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കാണാൻ സാധിക്കുന്നത് ഈ കോളേജുകളൊക്കെ ആയിരിക്കും. ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ്. 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും MBBSന് സീറ്റുകളുണ്ട്. അപ്പൊ ഈ 12 ഓപ്ഷൻസും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പ്രയോറിറ്റി നമ്പർ 1 വേണ്ടത് അത് നിങ്ങൾ കൊടുക്കുക. ആ 1ലേക്കായിരിക്കും ആദ്യം നിങ്ങളെ പരിഗണിക്കും. ഇപ്പൊ ആദ്യം നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ചു. ഓക്കെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ്, ഇതാണ് ഒരു കുട്ടിയുടെ പ്രയോറിറ്റി നമ്പർ 1.
അപ്പൊ ആ കുട്ടിയെ ആദ്യം പരിഗണിക്കുക ഈ ഒരു കോളേജിലേക്കായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഒന്നും വറീഡ് ആവണ്ട, നിങ്ങളുടെ റാങ്ക് എത്ര ആയിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജാണ് പ്രയോറിറ്റി നമ്പർ 1 കൊടുക്കേണ്ടത്. അതിനുശേഷം 2. ഇപ്പൊ ചില കുട്ടികൾക്ക് കോട്ടയം, രണ്ടാമത്തെ ഓപ്ഷൻ ഒരു കുട്ടി കോട്ടയമാണ് കൊടുത്തത്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ഒരു കുട്ടി മലപ്പുറമാണ് കൊടുത്തത്. നാലാമത്തെ ഓപ്ഷൻ കൊല്ലമാണ് കൊടുത്തത്. അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ MBBSന്റെ സീറ്റ്. യെസ്, അതിനുശേഷം ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ഈ കാണുന്നതൊക്കെ പ്രൈവറ്റ് കോളേജുകളാണ്, സ്വകാര്യ മേഖലയിലുള്ള കോളേജുകളാണ്. ഇവിടെയും എന്തുണ്ട്? MBBSന്റെ സീറ്റ് ഉണ്ട്. അപ്പൊ MBBS മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആദ്യം 1, 2, 3, 4, 5, 6 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ MBBS കൊടുക്കുക. ക്ലിയർ അല്ലേ? അതിനുശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ MBBS നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഫീസ് സ്ട്രക്ചർ വളരെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ NRI കോട്ടയൊക്കെ ആണെങ്കിൽ 20 ലക്ഷമൊക്കെയാണ് ഫീസ്. അല്ലെങ്കിൽ തന്നെ 85% സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് 8 ലക്ഷം 9 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീ ഇനത്തിൽ മാത്രം വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ MBBS വേണ്ട കുട്ടികൾ ഇങ്ങനെ പ്രയോറിറ്റി കൊടുക്കുക. ഇതിന് ശേഷം വരുന്നത് ഡെന്റൽ കോളേജുകളാണ്, BDS. ഓക്കെ, MBBSന്റെയും BDSന്റെയും അലോട്ട്മെന്റ് നടക്കുക സെയിം സോഫ്റ്റ്വെയറിലായിരിക്കും. ഈ ഓപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പൊ എത്ര ഡെന്റൽ കോളേജുകളാണുള്ളത്? 6 ഡെന്റൽ കോളേജുകളാണ് ഗവൺമെന്റ് സെക്ടറിലുള്ളത്. ഗവൺമെന്റ് സെക്ടറിൽ എത്ര ഡെന്റൽ കോളേജുകളുണ്ട്? 6 ഡെന്റൽ കോളേജുകളുണ്ട് BDSന്. യെസ്, അതുകൂടാതെ ഈ കാണുന്നതൊക്കെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള 18 കോളേജുകളാണ്. BDSന്റെ 18 കോളേജുകളാണ്. അപ്പൊ സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിക്കോട്ടെ, ഗവൺമെന്റ് കോളേജുകളായിക്കോട്ടെ, MBBSന്റെയും BDSന്റെയും ഈ കോളേജുകളൊക്കെ ഒരേ ഓപ്ഷനിലാണ്, ഒരേ ഒരു സോഫ്റ്റ്വെയറിലാണ് വരിക. സോ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെന്റിൽ BDS വെച്ചില്ല, നിങ്ങൾ കരുതാണ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ MBBS മാത്രം വെക്കുകയാണ്, അത് കിട്ടിയില്ലെങ്കിൽ മാത്രം 2-ാമത്തെ റൗണ്ടിൽ BDS കൊടുക്കാം. നടക്കുമോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വേണ്ട ഓപ്ഷൻസ് എല്ലാം കൊടുക്കുക. ക്ലിയർ അല്ലേ? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എല്ലാ ചോയ്സുകളും കൊടുക്കുക. MBBS ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണെങ്കിലും BDS ആണെങ്കിലും. പുതിയ കോഴ്സോ കോളേജോ ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് സെക്കൻഡ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കില്ല. ആദ്യ റൗണ്ടിൽ തന്നെ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക. ഓൾ ഇന്ത്യയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേരളത്തിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സ്. അപ്പോൾ ഡൗട്ട് മാറിയല്ലോ, ഇപ്പോൾ MBBSും BDSും മാത്രമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമാണ് ബാക്കി കോഴ്സുകളുടെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. ബട്ട് വീണ്ടും നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. യെസ്, അപ്പോൾ ക്ലിയർ അല്ലേ? നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.